അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഞാനേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന HM UPS വെളിമണ്ണയിലെ ആദരണീയരായ അധ്യാപകരെ, അധ്യാപികമാരെ, വിദ്യാർത്ഥിനികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ലോകാടിസ്ഥാനത്തിൽ ഡിസംബർ 18 അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനമായി ആചരിച്ചു വരികയാണ്. ഇത്തരം ഒരു ദിവസം അഥവാ ഡിസംബർ 18 അറബി ഭാഷാ ദിനമായി ആചരിക്കുവാനുള്ള സാഹചര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് ഇതേ ദിവസമാണ് 1973 യുണൈറ്റഡ് നാഷൻസ് അതിൻ്റെ ജനറൽ മീറ്റിങ്ങിൽ വെച്ച് അറബി ഭാഷയെ UN-ൻ്റെ യുണൈറ്റഡ് നാഷൻ്റെ ഐക്യരാഷ്ട്ര സഭയുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായി അറബി ഭാഷയെ അംഗീകരിച്ചത്. അന്നു തൊട്ടു തന്നെ 1973 തൊട്ടു തന്നെ ഈ ദിവസം ലോകത്താകമാനം അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നതും UN-ൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ്. UN-ൽ ഉപയോഗിക്കപ്പെടുന്ന ഔദ്യോഗികമായ വ്യവഹാരങ്ങളിൽ ഉപയോഗിക്കപ്പെടാവുന്ന ഒരു അംഗീകൃത ഭാഷയായി അറബി ഭാഷ മാറുന്നത് UN-ൻ്റെ പ്രസ്തുത തീരുമാനത്തെ തുടർന്നായിരുന്നു. അന്നു തൊട്ട് ഇംഗ്ലീഷ്, ചൈനീസ്, സ്പാനിഷ്, ഫ്രഞ്ച്, റഷ്യൻ ലാംഗ്വേജ് എന്നീ 5 ഭാഷകളോടൊപ്പം അറബി ഭാഷയും UN ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചു. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ സാധ്യതകളുള്ള ഏറെ ശ്രദ്ധേയമായ ഒരു ലോകഭാഷയാണ്. നമ്മൾക്ക് എല്ലാം അറിയുന്നത് പോലെ ഗൾഫ് നാടുകളിൽ, അതുപോലെ വിവിധ അറബ് നാടുകളിൽ അറബി ഭാഷ ഔദ്യോഗിക സംസാര ഭാഷയാണ്. ഈ ഭാഷ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേക പ്രാധാന്യമുണ്ടെങ്കിൽ തന്നെയും മറ്റൊരു തരത്തിൽ നോക്കിയാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിദ്യാർത്ഥികളെന്നോ ഇതര വിദ്യാർത്ഥികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പഠിക്കാവുന്ന, എല്ലാവരും പഠിക്കേണ്ടുന്ന, നല്ല സാധ്യതകളുള്ള, ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന, ഏറെ സുന്ദരമായ ധാരാളം സാഹിത്യ രചനകൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മുമ്പ് തൊട്ടു തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അതിപുരാതനമായ പല സാഹിത്യകൃതികളും, നമ്മുടെ നാട് സാഹിത്യ രചനകൾ കൊണ്ട് വളരെ സമ്പന്നമാണ്. നമ്മുടെ നാടിൻ്റെ വൈവിധ്യം വിളിച്ചോതുന്ന പല കൃതികളും പല സാഹിത്യ നിർമ്മിതികളും അറബി ഭാഷയിലേക്ക് പണ്ടുതൊട്ടേ അറബികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അവരന്ന് തൊട്ടേ നമ്മുടെ ഭാഷ പഠിക്കുകയും അത് പരസ്പരം സാമൂഹിക വ്യവഹാരങ്ങൾ, നമ്മൾ തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റങ്ങൾക്ക് വലിയ തോതിൽ പ്രചോദനമാവുകയും ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ഒന്നാണ്, മനുഷ്യരാണ്, വിവിധ രീതിയിൽ ചിന്തിക്കുന്നു, വിവിധ നാടുകളിൽ ജീവിക്കുന്നു എന്ന വ്യത്യാസങ്ങൾക്കപ്പുറം നമ്മയൊക്കെ ഒന്നിപ്പിക്കുന്ന മനുഷ്യത്വമെന്ന, മാനവികത എന്ന ഒരേകകമുണ്ട്. ആ ഏകകം മനസ്സിലാക്കുവാൻ വിവിധ ഭാഷകൾ നാം പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ആ അർത്ഥത്തിൽ അറബി ഭാഷയ്ക്ക് വലിയ സ്വാധീനമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. ലോകത്ത് 422 മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. നമ്മുടെ കൂട്ടത്തിൽ
ഞാൻ എന്നെ ശ്രവിക്കുന്ന മക്കളോട് പറയുന്നു, നിങ്ങളുടെ ഉപ്പമാർ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അളിയാക്കമാർ എന്ന് തുടങ്ങി ഉപ്പമാർ അല്ലെങ്കിൽ ഉപ്പയുടെ അനുജന്മാർ, ഉമ്മയുടെ സഹോദരങ്ങൾ, അമ്മാവന്മാർ എന്ന് തുടങ്ങി ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്നുണ്ട്. അവരൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഷ ഈ ഭാഷയാണ്. അതുകൊണ്ട് ഈ ഭാഷയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. ലോകത്തെ മറ്റേത് ഭാഷയെക്കാളും ഏറ്റവും കൂടുതൽ പദസമ്പത്ത്, ഏറ്റവും കൂടുതലെന്ന് പറയുന്നില്ല, അതേസമയം ഇംഗ്ലീഷ് ഭാഷ പോലെ നമ്മളെല്ലാവരും പഠിക്കുന്ന ഭാഷയേക്കാൾ ധാരാളം പദസമ്പത്ത്, നല്ല ഭാവനകൾ, ആലോചനകൾ, നല്ല ചിന്തകൾ, മനുഷ്യ ഹൃദയങ്ങളെ സ്വാധീനിക്കാനുള്ള ശേഷി എന്നിങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ഈ ഭാഷയ്ക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. പല ചിന്തകരും പറഞ്ഞിരിക്കുന്നത്, അറബി ഭാഷയെ നേരിട്ട് അറബികളായി ജനിച്ചവരല്ലാത്ത ചിന്തകർ പോലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. പല ആളുകളും പറഞ്ഞിട്ടുള്ളത്, ഉദാഹരണത്തിന് ജോർജ് സാർട്ടൺ എന്ന് പറയുന്നത് ബെൽജിയത്തിലെ വളരെ പ്രമുഖനായ ഒരു ചിന്തകനാണ്. വളരെ കാലം ഭാഷകളെക്കുറിച്ച് പഠിക്കുകയും അങ്ങനെ പല പ്രബന്ധങ്ങളും പല ഗവേഷണ പഠനങ്ങളും പുറത്തിറക്കുകയും ചെയ്തിട്ടുള്ള ജോർജ് സാർട്ടൺ പറയുന്നത് ലോകത്തെ ഏറ്റവും ലളിതമായ ഭാഷ, അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയല്ല അറബി, അദ്ദേഹം പറയുന്നത് ലോകത്തെ ഏറ്റവും ലളിതമായ ഭാഷ അറബി ഭാഷയാണ്. അതുകൊണ്ട് അറബി ഭാഷ, ലളിതമായ അറബി ഭാഷയെ ലളിതവൽക്കരിക്കാൻ ഇനി നമ്മൾ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നത് അബദ്ധമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അഥവാ വളരെ ലളിതമായി പഠിക്കാവുന്ന സുന്ദരമായ ഒരു ഭാഷയാണ് അറബി ഭാഷ. നേരത്തെ സൂചിപ്പിച്ച പോലെ എത്രയോ രാജ്യങ്ങളിൽ 400-ലധികം മില്യൺ ആളുകൾ, 422 മില്യൺ ജനങ്ങൾ സംസാര ഭാഷയായി ഉപയോഗിക്കുന്നു. നമ്മുടെ വീടുകളിൽ പലരും ജോലി ചെയ്യുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കപ്പെടുന്നു. നിങ്ങളൊക്കെ വലിയ സ്വപ്നങ്ങളുള്ളവരായിരിക്കും, വലിയ സ്വപ്നങ്ങളുണ്ടാവുകയും വേണം. നിങ്ങൾ അറബി ഭാഷയിൽ താല്പര്യമുള്ളവരാണെങ്കിൽ, അറബി ഭാഷയോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മുടെ അധ്യാപകർ അറബി ഭാഷയിൽ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ആ ക്ലാസ്സുകൾ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ആ ക്ലാസ്സുകളെ പഠിക്കാൻ സമയം കണ്ടെത്തുക. കൃത്യമായി ഒരു രണ്ടാം ഭാഷ, ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ ആ ഭാഷയിൽ ആ ഭാഷയുടെ വ്യാകരണം, നഹ്വ്, ഗ്രാമർ എന്ന് പറയുന്നത് പ്രധാനമാണ്. അപ്പോൾ ടെക്സ്റ്റുകളിൽ അതിന് പ്രത്യേകമായ പെട്ടിക്കോളങ്ങൾ കാണാൻ കഴിയുമല്ലോ. ആ പെട്ടിക്കോളങ്ങളിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, കവിതകൾ ഹൃദിസ്ഥമാക്കുക, നല്ല ലേഖനങ്ങൾ, നല്ല പ്രസംഗങ്ങളിൽ നിന്ന് ശകലങ്ങൾ എടുത്ത് കാണാതെ പഠിക്കുക, ബൈഹാർട്ട് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഭാഷയെ സൗന്ദര്യവൽക്കരിക്കാനുള്ള നല്ല മാർഗങ്ങളാണ്. ഭാഷ സ്ഫുടമായി വേഗത്തിൽ സംസാരിക്കാനുള്ള സാധ്യതകളും വഴികളുമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഒരു അറബി ഭാഷാ ദിനമാണ്. ഇന്ന് നമ്മളൊരു പ്രതിജ്ഞ പുതുക്കുക, ഞാൻ അറബി ഭാഷ പഠിക്കാൻ തീരുമാനിക്കുന്നുവെന്ന്. ആ തീരുമാനത്തിൻ്റെ പിൻബലത്തിൽ ഇന്നെടുക്കുന്ന ഒരു തീരുമാനം അടുത്ത ഒരു ഡിസംബർ 18 നമുക്ക് പുനരാലോചന നടത്താൻ സാധിക്കണം. അന്നു ഞാൻ എടുത്ത തീരുമാനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഞാൻ അറബി ഇന്ന പുസ്തകം വായിച്ചിരിക്കും, അല്ലെങ്കിൽ ഇത്ര കവിതകൾ, എൻ്റെ പുസ്തകത്തിലെ കവിതകൾ ഞാൻ ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കും, സുന്ദരമായി അത് പാരായണം ചെയ്യാൻ ശ്രമിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പിലാവുന്നുണ്ടോ എന്ന് നാം തന്നെ വിചിന്തനം നടത്തുകയും വേണം. വലിയ എഴുത്തുകാർ അറബി ഭാഷയിൽ ധാരാളമായി എഴുതുകയും അറബി ഭാഷ അനായാസം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന വളരെ പ്രമുഖരായ ആളുകളുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവരൊക്കെ ഭാഷ അവരെക്കാൾ വലിയ എഴുത്തുകാരുടെ കൃതികളിൽ നിന്ന് ഹൃദിസ്ഥമാക്കി പഠിക്കാറുണ്ടായിരുന്നു എന്നാണ്. പല മുസ്തഫ ലുത്ഫി മംഫലൂത്തി എന്ന് പറയുന്ന വളരെ പ്രമുഖനായ ഒരു എഴുത്തുകാരനുണ്ട്. സുന്ദരമായ ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി വന്ന എഴുത്തുകാർ അപ്പാടെ ഹൃദിസ്ഥമാക്കാറുണ്ടായിരുന്നു അത്ര. ആ ഒരു ഭാഷയുടെ സൗന്ദര്യവും ലാളിത്യവും ആ ഒഴുക്കും അവരുടെ ഭാഷയിൽ കൂടി കൈവരാനായിരുന്നു അത്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈയെ പോലെ നമ്മുടെ കർമ്മശാസ്ത്ര രംഗത്ത്, ഇസ്ലാമിക വൈജ്ഞാനിക രംഗത്ത് വളരെ പ്രമുഖനായ ഇമാം ഷാഫിഈ അവർകളെ പോലുള്ള വലിയ പണ്ഡിതന്മാർ
അവരുടെ ചെറുപ്പകാലത്ത് വർഷങ്ങളെടുത്ത് ആയിരക്കണക്കിന് കവിതകൾ കാണാതെ പഠിച്ചിരുന്നു. പിൽക്കാലത്ത് ഇമാം ഷാഫി അവർകൾ വലിയ ഒരു കവി കൂടിയായി മാറുകയും ചെയ്തു. അങ്ങനെ ഭാഷയുടെ മണ്ഡലങ്ങൾ വളരെ വലുതാണ്. നിങ്ങൾ ചെറിയ മക്കളാണ്, വലിയ സാധ്യതകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഒന്ന് മാത്രം പറയട്ടെ, നിങ്ങളുടെ മുന്നിൽ ഈ ഭാഷ സുന്ദരമായ ഒരു ലോകം തുറന്നിടും. ആ ലോകത്ത് നിങ്ങൾക്ക് നേട്ടങ്ങളുടെ വലിയ പട്ടിക കൈവരിക്കാനുണ്ടാകും. ആ അർത്ഥത്തിൽ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. പാഠഭാഗങ്ങൾ അധ്യാപകരെടുത്തു തരുമ്പോൾ അത് കൃത്യമായി പഠിക്കുക, ആവേശത്തോടെ പഠനം തുടരുക, വേണ്ടത് ഹൃദയസ്ഥമാക്കുക, ചെയ്യാനുള്ളത് ചെയ്തു പഠിക്കുക, നാവിൻ്റെ കെട്ടുകൾ അഴിച്ചു വയ്ക്കുക, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കുക, അഭിനയിക്കേണ്ടടുത്ത് അഭിനയിക്കുക, എഴുതേണ്ടിടത്ത് എഴുതുക. അങ്ങനെ കയ്യിൻ്റെ കെട്ടുകൾ, കയ്യിന് ഒരു തരം ഒരു തഴക്കം വരാനുണ്ട്. എഴുതി തന്നെയാണ് ആ തഴക്കം വരേണ്ടത്. നാവിന് ഒരു തഴക്കം വരാനുണ്ട്, സംസാരിച്ചുകൊണ്ടാണ് ആ തഴക്കം വരേണ്ടത്. കേൾവി നിരന്തരമായി അറബി ഭാഷ കേട്ടുകൊണ്ടിരിക്കുക, അധ്യാപകരെ ശ്രവിക്കുക, മറ്റു മാധ്യമങ്ങളിലൂടെ ശ്രവിക്കുക, എല്ലാം നമ്മുടെ അറബി ഭാഷയ്ക്ക് വലിയ പോഷണമേകും. അതുവഴി ഭാഷയല്ല രക്ഷപ്പെടുന്നത്, നമ്മളായിരിക്കും എന്നുകൂടി മനസ്സിലാക്കുക. അള്ളാഹു നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും വരുത്തുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.